UPSC പരീക്ഷയിൽ മികച്ച വിജയം നേടി സർക്കാർ ജോലി നേടിയ സിറാജുദ്ദീൻ മാസ്റ്ററെ അനുമോദിച്ചു. പൊന്നാനി അഴീക്കൽ സൗഹൃദ വേദിയാണ് അനുമോദന സദസ്സ് ഒരുക്കിയത്. UPSC അറബിക് അധ്യാപകനായി സർക്കാർ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച പൊന്നാനി അഴീക്കൽ സ്വദേശി സിറാജുദ്ദീൻ മാസ്റ്റർക്കാണ് അനുമോദനം നൽകിയത്. അഴീക്കൽ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ അൻസാറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന അനുമോദന യോഗം കെ ഇമ്പിച്ചുകോയ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചപ്പോൾ പാർലമെന്റിൽ വെച്ചപ്പോൾ നമുക്ക് കണക്കുകളിലൂടെ കാണാൻ സാധിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ പട്ടികജാതി വിഭാഗത്തേക്കാൾ താഴെയാണ്. പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പല സമൂഹങ്ങളിലും പട്ടികവർഗ വിഭാഗങ്ങൾ താഴെയെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അവസ്ഥ എടുത്ത് നോക്കിയാൽ വിദ്യാഭ്യാസ കാര്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും മുസ്ലിങ്ങളുടെ അവസ്ഥ പട്ടികജാതിക്കാരേക്കാൾ താഴെയാണ്. അത് ഇന്ത്യയിലെ ഭരണാധികാരികളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. അത് തീർച്ചയായിട്ടും പരിഹരിക്കണമല്ലോ. ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നത് സർക്കാരുകളുടെ ബാധ്യതയാണ്. അവർ ഏറ്റവും പരിതാപകരമായ രീതിയിലല്ല ജീവിക്കേണ്ടത്. അവർക്ക് മെച്ചമായ കാര്യങ്ങൾ വേണം. ഇതിൽ മാനദണ്ഡമായി പറയുന്നതാണ് ഈ പിന്നോക്കം അളക്കാനുള്ള വഴി. എന്താണ് പിന്നോക്കം അളക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ മൊത്തം ആളുകളിൽ ഈ ഉന്നത വിദ്യാഭ്യാസം എത്തുന്നവരുടെ അളവാണ്. അത് 18 വയസ്സിനും 23 വയസ്സിനിടയിലുള്ള ആളുകൾ കോളേജിൽ പഠിക്കണമെന്ന് വെക്കും. അതിൽ മുസ്ലിങ്ങൾ എത്ര പേരുണ്ട്, അതിൽ പട്ടികജാതിക്കാർക്ക് എത്ര പേരുണ്ട്, അതിൽ OBC വിഭാഗം എത്ര ഉണ്ട്, മുന്നോക്കക്കാർ എത്ര ഉണ്ട് എന്നുള്ള കണക്കുണ്ട്. അത് എല്ലാവർക്കും കണക്കെടുക്കുന്നതാണ്. അപ്പോൾ 18 വയസ്സിന് മുകളിൽ 23 വയസ്സിനിടയിലുള്ള ആളുകൾ മുസ്ലിങ്ങളുടെ എണ്ണം എത്ര ഉണ്ടോ അതിൽ എത്ര ആൾ കോളേജൊക്കെ പഠിക്കുന്നുണ്ടാവും. ആ എണ്ണം വളരെ കുറവാണ്. പറമ്പിൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കെ കുഞ്ഞൻ ബാവ, സഅദുദ്ദീൻ സക്കാഫി, പി സക്കീർ, കെ ബിലാൽ, അയ്യൂബ്, ഷിഹാബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. PGTV ന്യൂസ് പൊന്നാനി. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.